ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് കരിപ്പുഴ സ്റ്റാർ ഫിഷിംഗ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ വീശുവലയുടെ സൈഡ് ജോയിൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തൊടുവളയം തൊട്ട് താഴോട്ട് ജോയിൻറ്റ് ചെയ്യുന്നതും നമ്മൾ 500 കണ്ണി കൂടുതൽ വരുന്ന പാളിക്ക് അടുത്ത പീസ് ജോയിൻറ്റ് ചെയ്യുന്നതും കൂടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കൊണ്ട് നിർത്തി തൊടുവളയം കിട്ടാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരുന്ന വശത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മുടെ കൈയുടെ ഭാഗമനുസരിച്ച് ഇപ്പോൾ ഇടത്തെ സൈഡിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതിൽ നിന്ന് കുരുത്തെടുത്ത് ആ 2 നൂലിൻ്റെ ഇടയ്ക്കൂടെ ആ നൂലൊന്ന് വലിച്ചെടുക്കുക. അതിൻ്റെ ആ അറ്റത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു വട്ടം കൂടെ അതിലേക്കൂടെ തന്നെ ചുറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വെട്ടങ്കന്തരം കൂടെ ചുറ്റി എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ചുറ്റി കെട്ടുകയാണ് ചെയ്യുന്നത്. അത് 2-3 കെട്ടിട്ട് ഉറപ്പിച്ച് വെക്കുക. നൂലഴിഞ്ഞു പോകാത്ത രീതിയിൽ 2-3 കെട്ടിട്ട് കെട്ടൊന്ന് ഉറപ്പിച്ച് നിർത്തിയേക്കണം. അത് കെട്ട് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് അടുത്ത മുട്ടയിൽ നിന്നാണ് കെട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരേ മുട്ട് വരുന്നത് 2 മുട്ട് വരുമ്പോഴാണ് ഒരു കണ്ണി വരുന്നത്. അടുത്ത മുട്ടേന്നാണ് നമ്മൾ ഇവിടുത്തെ കൊരുത്തെടുക്കുന്നത്. കൊരുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നൂലിൻ്റെ നമ്മൾ ഈ കൊരുത്തെടുത്ത നൂലിൻ്റെ ഇതിൻ്റെയും കൂടെ ഇടയ്ക്കൂടാണ് നമ്മൾ ഈ നൂലെടുക്കുന്നത്. എന്നിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് കാണുന്നില്ല, കാര്യം സ്വന്തമായിട്ട് തനിയെ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ താഴോട്ട് വരുന്ന ഭാഗത്ത് കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണിക്കാൻ കെട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആ സൈഡ് കെട്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും അതുകൊണ്ട് അടുത്ത മുട്ടയെന്നാണ്. അപ്പോൾ അത് നമ്മൾ ആ ഇത് കണ്ണി കട്ട് ചെയ്തെടുത്ത ഭാഗമുണ്ടല്ലോ, ആ 2 തുമ്പ് അതിൻ്റെ വരില്ല, കണ്ണി കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ. അപ്പോൾ ആ വശത്ത് വരുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് കെട്ട് കിട്ടും, നല്ലതായിട്ട് മുറുകി വരിക കെട്ട്. അങ്ങനെ വരുന്ന വശത്താണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ കണ്ടിച്ച് വിട്ടേക്കുന്ന ആ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് കെട്ട് നിർത്താൻ പറ്റും. നമ്മൾ ഈ വലയുടെ തുടക്കം എടുക്കുന്ന സൈഡ് വരുമ്പോഴേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അത് കണ്ണിയുടെ സെൻറ്ററിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ കെട്ട് മുറുകാനും ഒന്നും ചാൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഒരു 2 കെട്ട് അടുപ്പിച്ച് 2 വട്ടം ചുറ്റിയിട്ട് കെട്ടുവാണെങ്കിൽ അവിടെ നല്ലതായിട്ട് മുറുകി കിട്ടും. അത് ഇനി ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് കെട്ടുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒരു 4-5 കണ്ണിയും കൂടെ ഒക്കെ താഴോട്ട് കെട്ടുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്ന അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ നോക്കിയതാണ്ട് ആ കുരുത്തെടുക്കുന്നത് നോക്കിക്കണം. നമ്മൾ ആ മുട്ടിൻ്റെ നമ്മൾ അങ്ങേ സൈഡിൽ കെടുത്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മുട്ട് വിട്ടിട്ട് അടുത്ത മുട്ടയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അത് നമ്മളൊന്ന് വലിച്ച് നിർത്തിയിട്ട് നൂലെടുക്കുന്ന ഇതിലേക്കൂടെ ആണെന്നുള്ളതൊന്ന് നോക്കണം. നമ്മൾ ചുറ്റി കെട്ടുക. അത് വലിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ മേളത്തെ 2 മുട്ടും ഒരേ ലെവലിൽ വരണം. അങ്ങനെ ചെയ്താലേ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ഒരേ ലെവലിൽ വരത്തുള്ളത്. വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അതുകൊണ്ട് കൊടുത്തെടുത്ത് നമ്മൾ മേളത്തെ നോക്കണം. മേളത്തെ കെട്ട് വരുമ്പോൾ ആ മുട്ടുകൾ എല്ലാം ഒരേ ലെവലിൽ വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ജോയിൻറ്റ് നമ്മുടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ വലയൊക്കെ എങ്കോണിച്ച് പോകും അത് ഒരു സൈഡിൽ നിന്ന്. അതുപോലെ വീഡിയോ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത ഇത്രയും നല്ല വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പോലും ചിലർ ഇതുവരെ ഒന്നും മനസ്സിലാകുന്നില്ല, അത് വീണ്ടും കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കത് വീണ്ടും നമുക്ക് ഒരേ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ വലയുടെ കംപ്ലീറ്റ് ആയതിന് ശേഷം നൈലോൺ നൂലിൻ്റെ ഒരു വല ചെയ്ത് കാണിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ ടങ്കീസ് വലയുടെ അമ്പർല കട്ടിങ് രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നൈലോൺ വലയുടെ കൂടെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വലത്തണ്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചാൽ മതി. ബാക്കി ഈ ഭാഗങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യം വരത്തില്ല. ചേറ്റാടി ജോയിൻ്റ് ചെയ്യുന്നതും വലമണി തളയ്ക്കുന്നതെല്ലാം 2 വലയ്ക്കും ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഈ ചുരുക്ക് കിട്ടുന്നതിൻ്റെ വീഡിയോയും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2-3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോകളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യും. അത് ഇച്ചിരി ലെങ്തി ആയിട്ടാണ് വരുന്നത് വീഡിയോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ A to Z ആദ്യം തൊട്ട് തന്നെ അതിൻ്റെ എങ്ങനെയാണ് ആ ചുരുക്കാൽ എടുക്കേണ്ടത്, അത് കെട്ടേണ്ട രീതികളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നഷ്ടപ്പെടാതെ ഇത് ചുരുക്കാൽ കെട്ടുന്നത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക.
അതേപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ പറയുന്നു, ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കെട്ടിക്കഴിഞ്ഞിട്ട് നോക്കാം ഇതെങ്ങനെ വരുമെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ കെട്ടുന്നത് ഇച്ചിരി സ്പീഡിൽ കാണിക്കുവാണ്, കാര്യം വീഡിയോ വെറുതെ ലെങ്തി ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നേരെ ഇനി അടുത്ത നമുക്ക് അപ്പോൾ ഇതൊന്ന് നോക്കാം എവിടെ എങ്ങനെയാണ് കണ്ട് ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള കണ്ണി വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ണിയും കിട്ടും. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അടുത്ത വീഡിയോ നമ്മൾ ചുരുക്കാല് കെട്ടുന്നതിൻ്റെ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ വല വീശി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ചുരുക്കിങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിനുള്ള മാർഗ്ഗം എന്തുവാണ് അതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതെങ്ങനെയാണ് അത് കെട്ടേണ്ടത്, അതിൻ്റെ പിള്ളക്കാല് ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ മിസ്സാകരുത്. ഈ ചുരുക്കാല് കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. 2 രീതിയിൽ ഈ പിള്ളക്കാല് കെട്ടുന്നത് ആ കെട്ട് കാണിച്ചു തരുന്നുണ്ട്.